ഓക്കെ, സോ ഈ സാംസങ് ഗാലക്സി S24 FE എനിക്കിത് ജസ്റ്റ് ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കുറച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഇടാമെന്ന്. പക്ഷെ പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കംപ്ലൈന്റ് താഴെ കമന്റ് ബോക്സിൽ വരും, എന്തോ ബ്രോ എല്ലാ വീഡിയോസ് ലേറ്റ് ആണല്ലോ, ടൈമിലൊന്നും ഇടുന്നില്ല, ബാക്കി എല്ലാവരും ഇട്ട് കഴിഞ്ഞു. സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്വിക്ക് അൺബോക്സിംഗും പിന്നെ ഈ ഫോണിന്റെ ഫീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം വന്ന S23 FE ഉണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഡീറ്റെയിൽഡ് പ്രോസ് ആൻഡ് കോൺസ് ഞാൻ റിവ്യൂ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ആ വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ടിപ്പിക്കൽ സാംസങ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ, കേബിൾ, സിം ടൂൾ ആൻഡ് ഫൈനലി ഡോക്യുമെന്റ്സ്. ഞാൻ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്ത ചേഞ്ച് ആണ് ഫോണിന്റെ സൈസ്. കഴിഞ്ഞ രണ്ട് FE ഫോൺസ്, അതായത് S21 FE ആണെങ്കിലും S23 FE ആണെങ്കിലും രണ്ടിലും കുറച്ചും കൂടി കോമ്പാക്ട് 6.4 ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ ഇത്തവണ ഡിസ്പ്ലേ സൈസ് കൂട്ടി 6.7 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ബട്ട് യെസ്, ഇത്തവണയും ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലുതാണ്. എന്നാൽ സാംസങ്ങിന്റെ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 2x ഡൈനാമിക് ആമുലേഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് കളേഴ്സ് ആണെങ്കിലും ക്ലാരിറ്റി ആണെങ്കിലും അതൊക്കെ നൈസ് ആണ്, നോ കംപ്ലൈൻസ്. സോ നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഡിസ്പ്ലേയിലുള്ള ഓപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം വർക്ക് ആവുന്നുണ്ട്, സെക്യൂർ ആണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഔട്ട്ഡോർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി. ആ സമയത്ത് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ധാരാളം ബ്രൈറ്റ്നസ് തന്നിട്ടുണ്ട്. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടി 1900 നിറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, കംപ്ലൈൻസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം വന്ന സാംസങ് ഗാലക്സി S23 FE ഉണ്ടായിരുന്നത് പോലെ ഇത്തവണയും ഈ ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസിന്റെ ബിൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റുമുള്ള ഫ്രെയിം മെറ്റലിന്റേതാണ്. ഫോൺ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഈസിലി വെള്ളത്തിൽ മുക്കി എടുക്കാൻ പറ്റും. പിന്നെ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ബാക്കിലുള്ള ഈ ഒരു ലെൻസിന്റെ ലേ ഔട്ട് കണ്ടോ, അതായത് സാംസങ്ങിന്റെ ടിപ്പിക്കൽ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഡിസൈനിലാണ് വരുന്നത്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ മൈക്രോ SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് തന്നിട്ടില്ല. പിന്നെ യെസ്, ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിന്റെ പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസ് 5 നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടി ബെറ്റർ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഫോണിന്റെ സൈസ് കൂടിയത് കൊണ്ട് ബാറ്ററി കപ്പാസിറ്റിയും കൂട്ടി 4700 mAh ആക്കിയിട്ടുണ്ട്. 25 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അറിയാലോ, ബോക്സിൽ ചാർജർ വരുന്നില്ല, അത് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. എന്നാൽ വയർലെസ് ചാർജിംഗ് ആണെങ്കിലും റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ആണെങ്കിലും ഈ രണ്ടും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞുതരാം, കഴിഞ്ഞ വർഷം വന്ന S23 FE ആണെങ്കിലും ഈവൻ അതിന് മുൻപ് വന്ന FE ഫോൺസ് ആണെങ്കിലും ഈ പറഞ്ഞ FE ഫോണുകൾ എനിക്ക് ഒരിക്കലും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നാത്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയാം, ആ ഫോണുകളിൽ ഉണ്ടായിരുന്ന ചിപ്സെറ്റ്. സാംസങ് എപ്പോഴും FE ഫോൺസിൽ ഒരു വർഷം പഴയ ചിപ്സെറ്റ് ആണ് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്ന S24 FE സാംസങ് S സീരീസിൽ കൊണ്ടുവന്ന Exynos 2400 ചിപ്സെറ്റ് ഉണ്ടല്ലോ, ആ സീരീസിലുള്ള Exynos 2400 ഈ ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ 2400 ആൻഡ് 2400 തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ചിപ്സെറ്റുകളും ഏകദേശം സെയിം പെർഫോമൻസ് ആണ് തരുന്നത്. ക്ലോക്ക് സ്പീഡിൽ 0.1 GHz വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്കി GPU ആണെങ്കിലും റേ ട്രേസിംഗിന്റെ ഫീച്ചർ ആണെങ്കിലും അതെല്ലാം ഈ ഒരു 2400 ഈ ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി സാംസങ് ഗാലക്സി S24 ആൻഡ് S24 Plus ഈ രണ്ട് ഫോണുകളും നല്ലോണം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അത് പ്രത്യേകിച്ചും Exynos ആയതുകൊണ്ടാണ് ഹീറ്റിംഗ്, ത്രോട്ട്ലിംഗ് എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഫോണുകളിലും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, എന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു, അനാവശ്യമായിട്ടുള്ള ഹീറ്റിംഗ്, ത്രോട്ട്ലിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല ആക്ച്വലി. എനിവേ, ഡീറ്റെയിൽഡ് പെർഫോമൻസിന്റെ അനാലിസിസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞുതരാം. ലേറ്റസ്റ്റ് UFS 4.0 സ്റ്റോറേജ് ആണ്, റാമും ലേറ്റസ്റ്റ് ആണ് LPDDR5X. സോ ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ സ്റ്റോറേജ് ആൻഡ് റാം ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും AnTuTu ബെഞ്ച്മാർക്ക് റൺ ചെയ്ത് നോക്കിയപ്പോൾ 1.6 മില്യൺ AnTuTu സ്കോർ ആണ് കിട്ടിയത്. ദാറ്റ് ഇസ് വെരി വെരി നൈസ്. ഞാൻ ആക്ച്വലി BGMI കുറച്ചു നേരം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ BGMIയിൽ 90 FPS അല്ലെങ്കിൽ എക്സ്ട്രീം പ്ലസ് സെറ്റിംഗ്സ് അൺലോക്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ സാംസങ് ഇത്തവണ S24 സീരീസിൽ കൊടുത്തിരിക്കുന്ന 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ 7 വർഷത്തെ ജനറേഷൻസ് ഓഫ് OS അപ്ഡേറ്റിന്റെ പ്രോമിസ്, ആ സെയിം പ്രോമിസ് ഈ S24 FEയുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഒരു പ്രീമിയം ഫോൺ ആയതുകൊണ്ട് ഗാലക്സി AI നിർബന്ധമാണ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ സർക്കിൾ ടു സെർച്ച് ഫീച്ചർ വരുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ വട്ടം വരച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാം. അന്യഭാഷകളിലുള്ള ബോർഡുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈവൻ കോംപ്ലെക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും സോൾവ് ചെയ്ത് തരുന്ന ഹോംവർക്ക് ഹെൽപ്പ് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ കോൾ വരുമ്പോൾ യൂസ് ചെയ്യാവുന്ന കോൾ അസിസ്റ്റ് ഫീച്ചർ, ചാറ്റ് ചെയ്യുമ്പോൾ സഹായിക്കുന്ന ചാറ്റ് അസിസ്റ്റ് ഫീച്ചർ. ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാറ്റ് അല്ലെങ്കിൽ ഇമെയിൽസ് ഫ്രണ്ട്ലി ടോൺ, ഫോർമൽ ടോൺ, കാഷ്വൽ ടോൺ ഈ പറഞ്ഞ ടോണുകളിലൊക്കെ എഴുതി തരും. ഭാഷ ലൈവ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഇന്റർപ്രിറ്റർ ഫീച്ചർ, വലിയ നോട്ടുകൾ ചുരുക്കി സമ്മറി ആക്കി തരുന്ന നോട്ട് അസിസ്റ്റ് ഫീച്ചർ. ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ PDF കംപ്ലീറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ വോയിസ് റെക്കോർഡിംഗ് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ആക്കി മാറ്റി തരുന്ന ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് ഫീച്ചറും വരുന്നുണ്ട്. ഫോണിന്റെ ക്യാമറ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയറിൽ വലിയ
മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വന്ന അതേ സെയിം 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് 10 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആൻഡ് ഫൈനലി 8 മെഗാ പിക്സൽ 3x ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ ഉള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു പ്രീമിയം സാംസങ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എല്ലാം നൈസ് ആണ്. പിന്നെ ഇതിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലോസ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇത്തവണ ഇതിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ നൈറ്റ് മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. 2x സൂമിലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഫീച്ചർ ഈ S24 FE സാംസങ് തന്നിട്ടുണ്ട്. പിന്നെ ഈ വർഷം വന്ന S24 സീരീസിൽ സാംസങ്ങിന്റെ പ്രോ വിഷ്വൽ എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറെ AI ബേസ്ഡ് ക്യാമറ ഫീച്ചേഴ്സ് ആ പറഞ്ഞ ഫോൺസിൽ ഉണ്ടായിരുന്നു. ആ സെയിം പ്രോ വിഷ്വൽ എഞ്ചിൻ ഇവിടെയും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റലിജന്റ് സൂം, ഞാനിപ്പോൾ പറഞ്ഞില്ലേ 2x സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആ 2x സൂം ബേസിക്കലി ഇന്റലിജന്റ് സൂം ഫീച്ചർ വഴിയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു 2xന്റെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി AI ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റീവ് AI ഫീച്ചർ, അതായത് AI ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോയുടെ ഫ്രെയിം സൈസ് ഇതെങ്ങനെ കൂട്ടാൻ പറ്റും, ഒരു ഇമേജിലുള്ള സബ്ജക്റ്റിനെ അതെങ്ങനെ പറിച്ചെടുത്തിട്ട് വലുതാക്കി ചെറുതാക്കി അവിടെ ഇവിടെ പ്ലേസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് AI ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തോളും. ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടി തരുന്ന ഫോട്ടോ റീമാസ്റ്റർ ടൂൾ, ഒരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് അനാവശ്യമായിട്ട് തോന്നുന്ന ഓബ്ജക്റ്റുകൾ എടുത്തു കളയാൻ സഹായിക്കുന്ന ഓബ്ജക്റ്റ് ഇറേസർ ടൂൾ, പിന്നെ ഒരു നോർമൽ വീഡിയോയുടെ മേളിൽ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ആ വീഡിയോനെ നമുക്ക് വേണമെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ ആക്കി മാറ്റാം. ഈവൻ സേവും ചെയ്യാം. ഒരു ഇമേജ് എടുത്തിട്ട് അതിന്റെ മേളിൽ കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ ആ സ്കെച്ച് ഒരു റിയൽ ലൈഫ് ഓബ്ജക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് നൈസ് ആയിട്ട് ഇമേജിന്റെ മുകളിൽ പ്ലേസ് ചെയ്യും. പിന്നെ ഈ പോർട്രേറ്റ് സ്റ്റുഡിയോ ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ റിയൽ ലൈഫ് ഫോട്ടോസ് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കാം. കണ്ടില്ലേ കുറെ വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ HDR വിത്ത് AI എന്നൊരു ഫീച്ചർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അതിന് ചെറിയൊരു HDR എഫക്റ്റ് വരും. ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കിട്ടുന്നുണ്ട്. സോ കഴിഞ്ഞ വർഷം വന്ന S23 FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അവിടെ ഇവിടെ ആയിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ സൈസ് വലുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വലുതായി. സോ ബാറ്ററി സൈസും കൂട്ടി. സോ കുറച്ചും കൂടി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ലേറ്റസ്റ്റ് ജനറേഷൻ ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ക്യാമറയുടെ ഹാർഡ്വെയർ സെയിം ആണെങ്കിലും ക്യാമറയുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ അപ്ഗ്രേഡ് ചെയ്തു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസന്റ് അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റും. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 59,999 രൂപ. അതായത് ഏകദേശം 60,000 രൂപയാണ്. സാംസങ്ങിന്റെ S സീരീസ് ഫോണാണ്, FE ഫോണാണ്. സോ അതിന്റെ ഒരു പ്രീമിയം എന്തായാലും സാംസങ് ഇതിന്റെ പ്രൈസിൽ ഈടാക്കുന്നുണ്ട്. സോ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് ഫീച്ചേഴ്സ് വീഡിയോ ആയിരുന്നു. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു റിവ്യൂ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ആ റിവ്യൂ വീഡിയോ വേണോ വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.